എല്ലാം കരിഞ്ഞു പോയി. ഉന്നക്കായ ആദ്യം ചെയ്തപ്പോൾ ഒന്ന് പാളിപ്പോയെങ്കിലും രണ്ടാമത് നന്നായി വന്നു. അപ്പോൾ ഈ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 5 മുതൽ 6 വരെ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഒരു 15-20 മിനിറ്റ് ഇതിന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യിൽ കാഷ്യൂ നട്ട്സും റൈസിൻസും കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ടും ആവശ്യത്തിനനുസരിച്ച് ഏലക്കപ്പൊടിയും പിന്നെ കുറച്ച് ഷുഗറും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ച നേന്ത്രപ്പഴം നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു ലെമൺ സൈസിൽ കുറച്ച് നേന്ത്രപ്പഴം പുഴുങ്ങിയതൊന്ന് സ്പ്രെഡ് ചെയ്ത് അതിൽ 1-2 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് കൂടെ ആഡ് ചെയ്ത് ഉന്നക്കായയുടെ ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഓയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉന്നക്കായ റെഡിയാണ്. ഫ്ലെയിം കുറച്ചധികം സമയം വെച്ചപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയത്. പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ ഫ്ലെയിം വളരെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്തെടുത്തപ്പോൾ റെഡിയായിട്ട് വന്നു. അപ്പോൾ ഈ ഈസി റെസിപ്പി എല്ലാവരും ചെയ്തു നോക്കുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.